കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. കഥകൾ കേൾക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കണം, ഗ്രാമർ ഐഡിയ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ഏറ്റവും അവസാനം 1 മിനിറ്റ് ചില പ്രയോഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. നമുക്കാദ്യം കഥ കേൾക്കാം, അതിനുശേഷം അർത്ഥം മനസ്സിലാക്കാം. It was 11 o'clock on Sunday night. Sikes and Fagin heard the church bell. Nancy heard it too. A good night for working, said Sikes. I'm going out, said Nancy. She put on her hat and left. Fagin looked at Sikes and said, Let her go. One of my boys can follow her. റോസിനെയും ബ്രൗൺലോയെയും കാണുന്നതിന് വേണ്ടി നാൻസി പോകുന്നതും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. It was a very foggy night. വളരെ മൂടൽമഞ്ഞുള്ള ഒരു രാത്രിയായിരുന്നു അത്. Nancy went to London Bridge and met Rose and Mr. Brownlow. നാൻസി ലണ്ടൻ ബ്രിഡ്ജിൽ പോയി റോസിനെയും ബ്രൗൺലോയെയും കണ്ടു. They went down the steps to the river. Fagin's boy followed Nancy and hid behind the steps. Hide. Hid. Hidden. ഹൈഡ് എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഹിഡ്. ഫാഗിൻ പറഞ്ഞയച്ച കുട്ടി നാൻസിയെ പിന്തുടർന്നു. ചവിട്ടുപടികൾക്ക് പുറകിലായി അവൻ ഒളിച്ചിരുന്നു. He listened to everything. അവൻ എല്ലാം കേട്ടു. Mr. Brownlow said to Nancy, We are here to help Oliver. ബ്രൗൺലോ നാൻസിയോട് ഇപ്രകാരം പറഞ്ഞു, നമ്മളിവിടെ ആയിരിക്കുന്നത് ഒലിവറിനെ സഹായിക്കാൻ വേണ്ടിയാണ്. We want to know about Oliver's mother and father. ഒലിവറിന്റെ അമ്മയെയും അച്ഛനെയും കുറിച്ച് അറിയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. Only monks knows about them. മങ്സിന് മാത്രമേ അവരെക്കുറിച്ച് അറിയുകയുള്ളൂ. We must find him and learn his secret. നമ്മൾ അവനെ കണ്ടെത്തണം, അവന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കണം. Nancy said, You can find monks at the Red Lion Hotel in King Street. നിങ്ങൾക്ക് അവനെ റെഡ് ലയൺ ഹോട്ടലിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് നാൻസി പറഞ്ഞു. He is tall and wears a black coat. അവൻ ഉയരമുള്ള ആളാണ്, കറുത്ത കോട്ടാണ് അവൻ ധരിക്കാറുള്ളത്. He's about 28. He has black hair and a cruel face. He also has a red mark on his neck. ഏകദേശം 28 വയസ്സ് പ്രായമാണ് അവനുള്ളത്. അവന്റെ തലമുടി കറുത്തതാണ്. ക്രൂരമുഖമുള്ളവനാണ് അവൻ. അവന്റെ കഴുത്തിൽ ഒരു ചുവപ്പ് പാടുണ്ട്. A red mark on his neck? exclaimed Mr. Brownlow. കഴുത്തിൽ ചുവന്ന പാടോ എന്ന് ആശ്ചര്യത്തോടുകൂടി ബ്രൗൺലോ ചോദിച്ചു. Do you know him? asked Nancy. നിങ്ങൾക്ക് അവനെ അറിയുമോ എന്ന് നാൻസി ബ്രൗൺലോയോട് ചോദിച്ചു. Perhaps I do, said Mr. Brownlow. Can you tell us about Fagin and Sikes? Where can we find them? ഒരു പക്ഷേ എനിക്കറിയാമെന്ന് ബ്രൗൺലോ നാൻസിയോട് പറഞ്ഞു. ഫാഗിനെ കുറിച്ചും സൈക്സിനെ കുറിച്ചും നിനക്ക് ഞങ്ങളോട് പറയാൻ സാധിക്കുമോ? എവിടെ അവരെ കണ്ടെത്താൻ സാധിക്കും എന്ന് ബ്രൗൺലോ നാൻസിയോട് ചോദിച്ചു. No, I cannot tell you this, said Nancy. Everyone was silent. അതെനിക്ക് പറയാൻ സാധിക്കുകയില്ല എന്ന് നാൻസി പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി. Then Mr. Brownlow said, I understand. Now, what can we do for you, Nancy? ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബ്രൗൺലോ നാൻസിയോട് ചോദിച്ചു. Take this money, please. ഈ പൈസ എടുത്തോളൂ എന്ന് ബ്രൗൺലോ നാൻസിയോട് പറഞ്ഞു. Yes, we want to help you, said Rose. അതെ, ഞങ്ങൾ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് റോസ്
നാൻസിയോട് പറഞ്ഞു. No, you cannot help me. You're both very kind. നിങ്ങൾക്കെന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ വളരെ ദയയുള്ളവരാണ് എന്ന് നാൻസി ബ്രൗൺലോയോടും റോസിനോടും പറഞ്ഞു. But I must go now. God bless you. Good night. Nancy looked around and then ran away. ഞാനിപ്പോൾ പോയേ തീരൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് നാൻസി ബ്രൗൺലോയോടും റോസിനോടും പറഞ്ഞു. ചുറ്റും നോക്കിയതിന് ശേഷം നാൻസി ഓടിപ്പോയി. Rose was very sorry for Nancy. She and Mr. Brownlow returned home in a carriage. റോസും ബ്രൗൺലോയും വീട്ടിലേക്ക് തിരിച്ചുപോയി. Fagin's boy ran to tell Fagin and Sykes everything. ഫാഗിനോടും സൈക്സിനോടും എല്ലാ കാര്യങ്ങളും പറയുന്നതിനു വേണ്ടി ഫാഗിൻ പറഞ്ഞ അയച്ച കുട്ടി ഓടിച്ചെന്നു. Fagin was furious. ഫാഗിൻ വളരെ ദേഷ്യത്തിലായിരുന്നു. His eyes were red and his face was white. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവന്റെ മുഖം വെളുത്തിരുന്നു. He had terrible thoughts. അവൻ വളരെ മോശമായ കാര്യങ്ങൾ ചിന്തിച്ചു. He was afraid of prison and death. അവന് ജയിലും മരണവും പേടിയായിരുന്നു. Sykes hated Nancy because she wanted to help Oliver. ഒലിവറിനെ സഹായിക്കാൻ നാൻസി ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് സൈക്സ് നാൻസിയെ വെറുത്തു. I want to kill Nancy. I want to kill her. Cried Sykes. ഞാൻ നാൻസിയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന് വളരെ ദേഷ്യത്തിൽ സൈക്സ് പറഞ്ഞു. He ran to his house. Nancy was sleeping. അവൻ വീട്ടിലേക്ക് ഓടിച്ചെന്നു. നാൻസി ഉറങ്ങുകയായിരുന്നു. Get up, Nancy. Cried Sykes. Why are you so angry? Asked Nancy. നിങ്ങൾ എന്തുകൊണ്ട് ദേഷ്യത്തിലാണ് എന്ന് നാൻസി സൈക്സിനോട് ചോദിച്ചു. Tonight you betrayed us. Said Sykes. ഇന്ന് രാത്രി നീ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് സൈക്സ് നാൻസിയോട് പറഞ്ഞു. No, Bill. I did not betray you or Fagin. Believe me. Please do not kill me. I said nothing about you or Fagin. Let us leave this terrible place and go away together. Sykes was furious. ഇല്ല, ഞാൻ നിങ്ങളെയോ ഫാഗിനെയോ വഞ്ചിച്ചില്ല. എന്നെ വിശ്വസിക്കൂ. ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. ഞാൻ നിങ്ങളെക്കുറിച്ചോ ഫാഗിനെക്കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞില്ല. നമുക്കൊരുമിച്ച് ഇവിടം വിട്ടു പോകാം എന്ന് നാൻസി സൈക്സിനോട് പറഞ്ഞു. സൈക്സിന് വളരെ ദേഷ്യം വന്നു. He took his pistol and hit Nancy's face again and again. Nancy fell. സൈക്സ് തന്റെ തോക്കെടുത്ത് നാൻസിയുടെ മുഖത്ത് പലതവണ മർദ്ദിച്ചു. നാൻസി നിലത്ത് വീണു. Her face was covered with blood. There was blood everywhere. Nancy was dead. അവളുടെ മുഖത്ത് മുഴുവൻ ചോരയായിരുന്നു. അവിടെയെല്ലാം രക്തമായിരുന്നു. നാൻസി മരിച്ചു. Sykes washed himself, but there was blood on his clothes. തന്റെ ശരീരത്തിലായ രക്തമെല്ലാം സൈക്സ് കഴുകിക്കളഞ്ഞു. പക്ഷേ അവന്റെ വസ്ത്രത്തിൽ രക്തമുണ്ടായിരുന്നു. He ran out of the house. His dog followed him. അവൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അവന്റെ നായ അവനെ പിന്തുടർന്നു. He went to the country. He wanted to hide there. ഗ്രാമപ്രദേശത്തേക്ക് അവൻ പോയി. അവൻ അവിടെ ഒളിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. In the country, the people talked about a terrible murder in London. Sykes was afraid. ലണ്ടനിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് ഗ്രാമപ്രദേശത്തുള്ള ജനങ്ങൾ സംസാരിച്ചു. സൈക്സിന് ഭയം തോന്നി. He thought, I must return to London and hide there. ലണ്ടനിലേക്ക് തിരിച്ചു പോകണമെന്നും അവിടെ ഒളിക്കണമെന്നും സൈക്സ് ചിന്തിച്ചു. After a week, I can go to France. ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഫ്രാൻസിലേക്ക് പോകാൻ സാധിക്കും. But first I must kill my dog. Everyone knows I have a dog. ആദ്യം തന്നെ എൻ്റെ നായയെ ഞാൻ കൊല്ലണം. എനിക്ക് ഒരു നായയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. Sykes called his dog many times, but it ran away.
സൈക്സ് അവൻ്റെ നായയെ പലതവണ വിളിച്ചു, പക്ഷേ അത് ഓടിപ്പോയി. Mr. Brownlow, Dr. Losburn, and another friend went to the Red Lion Hotel and kidnapped monks. ബ്രൗൺലോയും ഡോക്ടർ ലോസ്ബനും വേറൊരു സുഹൃത്തും റെഡ് ലയൺ ഹോട്ടലിൽ ചെന്ന് മോങ്സിനെ തട്ടിക്കൊണ്ടുപോയി. They took him to Miss Maylie's house. They locked him in a room. മേലിയുടെ വീട്ടിലേക്കാണ് അവർ അവനെ കൊണ്ടുപോയത്. അവർ അവനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. Monks was very angry and said, Why are you doing this? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് വളരെ ദേഷ്യത്തിൽ മോങ്സ് ചോദിച്ചു. You were my father's friend. നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു എന്ന് ബ്രൗൺലോയോട് മോങ്സ് പറഞ്ഞു. Yes, I was his good friend, said Mr. Brownlow. അതെ, ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തായിരുന്നു എന്ന് ബ്രൗൺലോ പറഞ്ഞു. I know a lot about you and your criminal friends. You have a brother called Oliver. എനിക്ക് നിന്നെക്കുറിച്ചും നിന്റെ കുറ്റവാളികളായ സുഹൃത്തുക്കളെക്കുറിച്ചും ഒരുപാട് അറിയാം. നിനക്ക് ഒലിവർ എന്ന ഒരു സഹോദരനുണ്ട് എന്നെല്ലാം ബ്രൗൺലോ മോങ്സിനോട് പറഞ്ഞു. I haven't got a brother, said Monks angrily. എനിക്ക് സഹോദരനില്ല എന്ന് മോങ്സ് വളരെ ദേഷ്യത്തിൽ പറഞ്ഞു. You are lying, said Mr. Brownlow. I know your family history. You are Oliver's half-brother. You have the same father, but not the same mother. നീ നുണ പറയുകയാണ്. നിന്റെ കുടുംബ ചരിത്രം എനിക്കറിയാം. നീ ഒലിവറിന്റെ അർദ്ധ സഹോദരനാണ്. നിങ്ങളുടെ അച്ഛൻ ഒരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങളുടെ അമ്മ ഒരാളല്ല. Your mother was bad. She left your father. നിങ്ങളുടെ അമ്മ മോശക്കാരിയായിരുന്നു. അവൾ നിങ്ങളുടെ അച്ഛനെ ഉപേക്ഷിച്ചു പോയി. He then met and loved a beautiful girl called Agnes. അദ്ദേഹം പിന്നീട് സുന്ദരിയായ ആഗ്നസ് എന്ന പെൺകുട്ടിയെ കണ്ടെത്തുകയും സ്നേഹിക്കുകയും ചെയ്തു. Your father was rich. നിങ്ങളുടെ അച്ഛൻ ധനികനായിരുന്നു. One day he went to Rome for work. ഒരു ദിവസം അദ്ദേഹം ജോലിക്ക് വേണ്ടി റോമിൽ പോയി. Before he went, he told me about Agnes. പോകുന്നതിന് മുൻപ് അഗ്നസിനെ കുറിച്ച് അവൻ എന്നോട് പറഞ്ഞിരുന്നു. He made a new will in favor of Agnes and her child Oliver. ആഗ്നസിനും അവളുടെ മകൻ ഒലിവറിനും അനുകൂലമായി ഒരു വിൽപത്രം അവൻ തയ്യാറാക്കിയിട്ടുണ്ട്. In Rome, your father became ill and died. റോമിൽ വെച്ച് അദ്ദേഹത്തിന് സുഖമില്ലാതാകുകയും മരിക്കുകയും ചെയ്തു. Your mother went to Rome. She found the will and burnt it. നിന്റെ അമ്മ റോമിലേക്ക് ചെന്നു. വിൽപത്രം കണ്ടെത്തുകയും അത് കത്തിച്ചു കളയുകയും ചെയ്തു. A few days ago, you spoke to Mr. and Mrs. Bumble. They gave you Agnes's ring and you threw it into the river. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നീ ബംബിളിനോടും ബംബിളിന്റെ ഭാര്യയോടും സംസാരിച്ചു. അവർ നിനക്ക് ആഗ്നസിന്റെ മോതിരം നൽകി. നീ അത് പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ബ്രൗൺലോ ഇതെല്ലാം മോങ്സിനോട് പറഞ്ഞു. Monk's face was white. He was very nervous. മോങ്സിന് ഉത്കണ്ഠയും ഭയവും തോന്നിയെന്ന് സാരം. I know other things too. I know that Nancy is dead. The police want to talk to you, Monks. എനിക്ക് മറ്റു പലതും അറിയാം. നാൻസി മരിച്ചുപോയി എന്ന് എനിക്കറിയാം. പോലീസ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെല്ലാം ബ്രൗൺലോ മോങ്സിനോട് പറഞ്ഞു. I didn't kill her, cried Monks. ഞാൻ അവളെ കൊന്നില്ല എന്ന് മോങ്സ് ദേഷ്യത്തിൽ ബ്രൗൺലോയോട് പറഞ്ഞു. Tell that to the police. നീ അത് പോലീസിനോട് പറഞ്ഞാൽ മതി എന്ന് ബ്രൗൺലോ പറഞ്ഞു. Or sign your name on this piece of paper. It tells the truth about Oliver and his father's will. അല്ലെങ്കിൽ
നീ ഈ പേപ്പറിൽ ഒപ്പിടണം. ഇത് ഒലിവറിനെ കുറിച്ചും അവന്റെ പിതാവിന്റെ വിൽപത്രത്തെക്കുറിച്ചുമുള്ള സത്യങ്ങളാണ്. It gives Oliver's money back to him. Sign it, monks, and you are free. നീ ഇത് ഒപ്പിടുകയാണെങ്കിൽ ഒലിവറിന് അവന്റെ പണം ലഭിക്കുമെന്നും നിനക്ക് സ്വതന്ത്രനാകാൻ സാധിക്കുമെന്നും ബ്രൗൺലോ മങ്സിനോട് പറഞ്ഞു. Monks was afraid. I don't work for Fagin. I didn't kill Nancy. Please don't tell the police about me. He said. മങ്സിന് ഭയം തോന്നി. ഞാൻ ഫാഗിന് വേണ്ടി ജോലി ചെയ്യുന്നില്ല. ഞാനല്ല നാൻസിയെ കൊന്നത്. ദയവ് ചെയ്ത് എന്നെക്കുറിച്ച് പോലീസിനോട് പറയരുത് എന്നെല്ലാം ബ്രൗൺലോയോട് മങ്സ് പറഞ്ഞു. He was silent for a while. Then he said, Give me that paper. I want to sign it. Monks read the paper and signed it. Mr. Brownlow let him go free. അല്പനേരത്തേക്ക് മങ്സ് ഒന്നും തന്നെ പറഞ്ഞില്ല. അതിനുശേഷം മങ്സ് ഇങ്ങനെ പറഞ്ഞു, ആ പേപ്പർ എനിക്ക് തരൂ, ഞാൻ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പേപ്പറിൽ എഴുതിയത് വായിച്ചതിന് ശേഷം മങ്സ് അതിൽ സൈൻ ചെയ്തു. ബ്രൗൺലോ അവനെ വിട്ടയച്ചു. The police found Fagin and put him in prison. പോലീസ് ഫാഗിനെ കണ്ടെത്തുകയും അവനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. Charlie Bates and Toby Crackit escaped. ചാർലി ബേറ്റ്സും ടോബി ക്രാക്കറ്റും രക്ഷപ്പെട്ടു. They hid in an old house on Jacob's Island. ജേക്കബ്സ് ഐലൻഡിലുള്ള ഒരു പഴയ വീട്ടിൽ അവർ ഒളിച്ചു പാർത്തു. Jacob's Island was in the Thames. ജേക്കബ്സ് ഐലൻഡ് ടെമസ് എന്ന സ്ഥലത്തായിരുന്നു. It was a poor and dirty part of London. All the buildings were falling down. വൃത്തിഹീനമായ സാഹചര്യങ്ങളുള്ള വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന ലണ്ടനിലെ ഒരു സ്ഥലമായിരുന്നു തെമസ് എന്ന് സാരം. വളരെ പഴക്കമുള്ള ബിൽഡിങ്ങുകളായിരുന്നു അവിടെയുള്ളതെല്ലാം. The two boys were afraid. ആ രണ്ടു കുട്ടികൾക്കും ഭയമുണ്ടായിരുന്നു. We're in big danger, Charlie, said Toby Crackit. ചാർലി, നമ്മൾ വളരെ വലിയ അപകടത്തിലാണ് എന്ന് ടോബി ക്രാക്കറ്റ് ചാർലിയോട് പറഞ്ഞു. Fagin is in prison and they're looking for Sykes. ഫാഗിൻ ജയിലിലാണ്. പോലീസ് സൈക്സിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട് എന്ന് ചാർലി പറഞ്ഞു. No one can find us here, said Charlie Bates. ആർക്കും നമ്മളെ ഇവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ചാർലി ബേറ്റ്സ് പറഞ്ഞു. At that moment, there was a knock at the door. It was Sykes. ആ സമയത്ത് ഡോറിൽ ആരോ മുട്ടി. അത് സൈക്സ് ആയിരുന്നു. Charlie Bates jumped at Sykes. You devil, you killed Nancy! ചാർലി ബേറ്റ്സ് സൈക്സിന് നേരെ ചാടി വീണ് ഇങ്ങനെ പറഞ്ഞു, പിശാചേ, നീ നാൻസിയെ കൊന്നു. Sykes pushed him to the floor and kicked him. Toby Crackit wanted to fight, but he was afraid of Sykes. സൈക്സ് ചാർലി ബേറ്റ്സിനെ തള്ളിയിട്ട് മർദ്ദിച്ചു. ടോബി ക്രാക്കറ്റ് സൈക്സിനെ തല്ലണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അവന് സൈക്സിനെ ഭയമായിരുന്നു. Suddenly they heard voices outside. പെട്ടെന്ന് അവർ പുറമേ നിന്നും ഇങ്ങനെ സ്വരം കേട്ടു, Murderer! Where's the dirty murderer? Come out in the open! Sykes went to the window. He saw people with torches in front of the house. സൈക്സ് ജനാലയുടെ അടുത്തേക്ക് ചെന്നു. അവൻ ടോർച്ചുമായി നിൽക്കുന്ന ജനങ്ങളെ കണ്ടു. They saw his face at the window. ജനങ്ങൾ സൈക്സിന്റെ മുഖം കണ്ടു എന്ന് സാരം. There he is! They cried. The murderer! Let's catch him! Let's break the door! Sykes was afraid. സൈക്സിന് ഭയം തോന്നി. He thought about prison and death. അവൻ തടവറയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിച്ചു. Get a long rope. He said to Toby Crackit. നീളമുള്ള ഒരു കയറ് കൊണ്ടുവരൂ എന്ന് സൈക്സ് ടോബി ക്രാക്കറ്റിനോട് പറഞ്ഞു. I must escape from the roof on the riverside.
He went onto the roof with the rope in his hands. It was very dark. He lost his balance and he fell to the street. കയറും കൊണ്ട് സൈക്സ് മേൽക്കൂരയിലേക്ക് ചെന്നു. അവിടെ വളരെ ഇരുട്ടായിരുന്നു. സൈക്സിന് ബാലൻസ് നഷ്ടപ്പെടുകയും അവൻ നിലത്ത് വീഴുകയും ചെയ്തു. Sykes was dead. സൈക്സ് മരിച്ചുപോയി. Our story is almost finished. Fagin was hanged for all his crimes. ഫാഗിനെ അവന്റെ എല്ലാ കുറ്റകൃത്യങ്ങളും മൂലം തൂക്കിലേറ്റി. Charlie Bates began a new and honest life. ചാർലി ബേറ്റ്സ് സത്യസന്ധമായ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. He went to work in the country. ഗ്രാമപ്രദേശത്ത് അവൻ ജോലിക്ക് പോയി. Monks went to America and died in prison there. മങ്സ് അമേരിക്കയിലേക്ക് പോവുകയും അവിടുത്തെ ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. Mr. and Mrs. Bumble became very poor. They went to live in a workhouse. ബംബിളും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ പാവപ്പെട്ടവരായി മാറി. അവർ ഒരു വർക്ക് ഹൗസിൽ ജോലിക്ക് പോയി. Mr. Brownlow adopted Oliver. ബ്രൗൺലോ ഒലിവറിനെ ദത്തെടുത്തു. He, Mrs. Bedwin, and Oliver went to live in a lovely house in the country. ബ്രൗൺലോയും മിസിസ് ബെഡ്വിനും ഒലിവറും ഗ്രാമപ്രദേശത്തുള്ള സുന്ദരമായ ഒരു വീട്ടിൽ ജീവിതം ആരംഭിച്ചു. They were very happy together. Their house was near the Maylies' house. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. അവരുടെ വീട് മെയ്ലിയുടെ വീടിന്റെ അടുത്തായിരുന്നു. Soon, Dr. Losburn bought a house in the same place. അധികം വൈകാതെ ഡോക്ടർ ലോസ്ബണും അവിടെ ഒരു വീട് വാങ്ങി. Oliver often visited his friends. ഒലിവർ അവന്റെ സുഹൃത്തുക്കളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. As Oliver grew up, Mr. Brownlow taught him many things. വലിയ കുട്ടിയായപ്പോൾ ബ്രൗൺലോ ഒലിവറിനെ പല കാര്യങ്ങളും പഠിപ്പിച്ചു എന്ന് സാരം. Oliver loved his new family very much. After all his adventures, Oliver finally found a loving family, true friends, and a comfortable home. ഡിഡ് ഉപയോഗിച്ചും ഹാവ് ഹാസ് ഉപയോഗിച്ചും എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ സംഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 ടോപ്പിക്സ് ആണ് ഡിഡ്, ഹാവ് ഹാസ്. ഡിഡ് എന്നത് പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ ഹാവ് ഹാസ് എന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സംസാരിക്കുന്ന സമയവുമായി കണക്ഷനുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാവ് ഹാസ് ടോപ്പിക് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാം. ഇന്നലെ നിങ്ങൾ കളിച്ചോ എന്ന് ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഡിഡ് യു പ്ലേ യെസ്റ്റർഡേ എന്നാണ്. അതിന് കാരണം അത് ക്ലിയർ പാസ്റ്റ് ആണ്. ആ ടൈം തീർത്തും പാസ്റ്റ് കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിഡ് ആണ്. നേരെ മറിച്ച് ഇന്ന് നീ കളിച്ചോ എന്ന് ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ഇന്ന് എന്ന് പറയുന്ന സമയം ഈ സെക്കൻഡുമായി കണക്ഷനുണ്ട്. സമയം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതുകൊണ്ട് സംസാരിക്കുന്ന സമയവുമായി കണക്ഷൻ ഉള്ളതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഹാവ് ഹാസ് ടോപ്പിക് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ സെക്കൻഡുമായി കണക്ഷനുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ
ഉപയോഗിക്കേണ്ട ടോപ്പിക് ഹാവ് ഹാസ് ആണ്. അത്തരം സെൻറ്റൻസുകളാണ് സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാവ് യു പ്ലേഡ് ടുഡേ? നീ ഇന്ന് കളിച്ചോ? ഇവിടെ നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഈ സെൻറ്റൻസുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും വെർബിൻ്റെ തേർഡ് ഫോം ആണ്. തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം, പ്രസന്റ് പാർട്ടിസിപ്പൽ ഫോം, അങ്ങനെ 4 ഫോംസ് ആണ് ഒരു വെർബിനുള്ളത്. അതിലെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ മുഴുവൻ ഉപയോഗിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, യെസ് ആൻസർ ആയിക്കോട്ടെ, നോ ആൻസർ ആയിക്കോട്ടെ, എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ആണ്. നീ ഇന്ന് കളിച്ചോ? ഹാവ് യു പ്ലേഡ് ടുഡേ? 3-4 പ്രാവശ്യം ഇതുപോലെ നമ്മൾ പറയണം. ഹാവ് യു പ്ലേഡ് ടുഡേ? ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെർബിന്റെ തേർഡ് ഫോം ആണ്. നീ ഇന്ന് ടി വി കണ്ടോ? ഹാവ് യു വാച്ച് ടി വി ടുഡേ? ഹാവ് യു ഡ്രിവൻ ടുഡേ? നീ ഇന്ന് ഡ്രൈവ് ചെയ്തോ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡ്രൈവ് എന്ന വെർബിന്റെ തേർഡ് ഫോം തീർത്തും വ്യത്യസ്തമാണ്. ഇത്തരം വെർബുകളെയാണ് ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. ഡ്രിവൻ, പ്ലേ എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം തേർഡ് ഫോം നമ്മൾ കണ്ടത് പ്ലേഡ്, പ്ലേഡ് ED ആണ് ആഡ് ചെയ്തത്. പക്ഷെ ഇവിടെ തീർത്തും വ്യത്യസ്തമാണ്. ഇത്തരം വെർബുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇറഗുലർ വെർബ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.